നമസ്കാരം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ പ്രഗത്ഭനായ മലപ്പുറത്ത് എല്ലാവർക്കും അറിയപ്പെടുന്ന തോരപ്പ മുസ്തഫാക്കയാണ്. തോരപ്പ മുസ്തഫാക്കാനെ നമ്മളെല്ലാവർക്കും സുപരിചിതനാണ്. ഒരു ആക്സിഡൻറ്റിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ പാതി ഭാഗം ചലനശേഷി നഷ്ടപ്പെട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന മുസ്തഫാക്കാനെ അറിയാത്തവർ ആ മലപ്പുറത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ മുസ്തഫാക്കാന്റെ വിശേഷങ്ങളാണ് നമ്മളെ ഇത്തിരി നേരത്തിൽ ചർച്ച ചെയ്യുന്നത്. മുസ്തഫാക്ക, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ? നല്ലത്. കോവിഡായിട്ട് എങ്ങനെ പോകുന്നു? ഇപ്പോ അത്യാവശ്യത്തിനൊക്കെ പുറത്തു പോകും. സുരക്ഷയൊക്കെ മാസ്കും സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് തീരെ പുറത്തുപോയിരിക്കാൻ കഴിയില്ലല്ലോ. അത്യാവശ്യത്തിന് പുറത്തു പോകും. നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ മുസ്തഫാക്കാന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മുസ്തഫാക്കാന്റെ ജീവിതം കണ്ട് പഠിച്ചിട്ടുണ്ട്. ഇമിറ്റേറ്റ് ചെയ്യാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ആയാലും കഴിയൂല. എന്നാലും കഴിയുമെന്നുള്ളത് നമ്മൾ നോക്കും. പല കാര്യങ്ങളും മുസ്തഫാക്കാന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. മുസ്തഫാക്ക, നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. 94-ലല്ലേ ആക്സിഡന്റ് ഉണ്ടായത്? 28ാമത്തെ വയസ്സിൽ. അത് മുസ്തഫാക്കൾക്ക് അത് വീണ്ടും അത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും അതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ വർക്കില്ല. ഞാൻ സാധാരണ മലപ്പുറത്തുകാരന്റെ മാതിരി എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്ന ഒരാളാണ്. നന്നായിട്ട് കളിച്ചിരുന്നു, നന്നായിട്ട് സ്വിമ്മിങ് ചെയ്തിരുന്നു, പിന്നെ ജീപ്പ് ഓടിക്കും. ഒരു ഡ്രൈവിംഗ് ഒരു അരയുള്ള ഒരു സമയമാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയാം, നമ്മൾ യാത്ര ചെയ്തപ്പോഴാണ് സംഭവിച്ചത്. നിങ്ങൾ വേറെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴാണ് സംഭവിച്ചത്. ഒരു 100 അടിക്ക് വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഇടിക്കുകയും ഞാൻ യാത്ര ചെയ്ത ഓട്ടോ എതിരെ വന്ന ഓട്ടോക്ക് ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ റോട്ടിലേക്ക് തെറിച്ചു പോവുക ചെയ്തത്. അന്ന് അടിയന്തര ശസ്ത്രക്രിയക്കായി മണിപ്പാലിലേക്ക് കൊണ്ടുപോയി. മണിപ്പാലിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം ജീവിതത്തിൽ ഒരിക്കലും എണീറ്റ് നടക്കൂല. സഹായത്തോടു കൂടി വീൽചെയറിന് ബെഡ്, നട്ടലിന് ക്ഷതം, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എണീറ്റ് നടക്കൂല. ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ മൊഹന്തി മണിപ്പാൽ ഹോസ്പിറ്റലിന്റെ അദ്ദേഹം പറഞ്ഞു, പരസഹായത്തോടു കൂടി വീൽചെയറിന് ബെഡ്ക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ തിരിച്ചു മറിച്ചും കിടത്താൻ, ശരീരം പൊട്ടിമുറിയാകാതിരിക്കാൻ 95% പൂർണ്ണ വൈകല്യമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് തന്നത്. അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ അടുത്തായിരുന്നു. എന്റെ ഉമ്മ, വാപ്പ, ഭാര്യ, മകനെ ഇവരെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരുന്നു. പക്ഷെ ആ കുടുംബത്തിന് എന്റെ അത്താണി പോയി എന്നുള്ളത് മാത്രമല്ല, എന്നെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്ക് വന്നു. എന്റെ ചികിത്സ, മരുന്നുകൾ, ആസ്പത്രിവാസം, ഇടക്കിടക്ക് മണിപ്പാലിൽ പോകുന്ന ചെലവ് ഒക്കെ വളരെയധികം ഒരു പ്രയാസപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്റെ ജീവിതം വന്നെത്തിയത്. അതിനുശേഷം ഒരു 2-3 വർഷത്തിന് ശേഷം ഞാനൊരു സൈഡ് വീൽ സ്കൂട്ടറിലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. അതായത് ജീവിതത്തിന്റെ ഈ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞുകൂടി നിന്നപ്പോ തോന്നി, അതായത് വലിയൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു ഈ സമയത്ത്. ആ സുഹൃത്തുക്കളൊക്കെ ഡെയിലി സന്ദർശിച്ച സുഹൃത്തുക്കൾ ഒന്നിടവട്ടായി, അതൊരു മാസത്തിലായി. പിന്നെ അവർ തീരെ വരാത്ത ഒരവസ്ഥയായി. ഇത് സ്വാഭാവികമാണ്, മനുഷ്യന്റെ ഒരു പ്രകൃതി നിമിത്തം അങ്ങനെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ എങ്ങനെയും പുറത്തു വരണം, ഈ സുഹൃത്തുക്കൾ അങ്ങോട്ട് കാണണം, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വലിയൊരു നിർബന്ധ ഇതുണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരെടുത്തുനിന്ന് ഒരു ആശ്രയിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡ് വീൽ അറ്റാച്ച് ചെയ്ത ഒരു സ്കൂട്ടർ റെഡിയാക്കി അതിന് സ്പെഷ്യൽ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പുറത്തു വരുന്നത്. പുറത്തു വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ഒരു STD ബൂത്ത് തുടങ്ങുക ചെയ്തത് ചെമ്മങ്കടവില്. അതാണ് ഫസ്റ്റ്. അന്ന് STD ബൂത്തിന് നല്ലൊരു സ്കോപ്പുള്ള കാലഘട്ടമായിരുന്നു. അതിനുശേഷം പിന്നെ മലപ്പുറത്ത് ഹണിഡു എന്ന് പറഞ്ഞൊരു ബേക്കറി സ്റ്റാർട്ട്. അന്ന് ഞാനിക്കൊരു ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ ഗോൾ കീപ്പർ ഫിറോസ് ഷെരീഫാണ് എന്റെ ഷോപ്പ് ചെയ്തത്. അത് എവിടെയാണ്? മലപ്പുറത്ത്. അതിൽ നിന്നാണ് ആരംഭം. ഒരു ബേക്കറിയിൽ പിന്നെ 4 ബേക്കറിയായി. ഹണിഡുവിന്റെ 4 ബ്രാഞ്ച് മലപ്പുറത്ത് തന്നെ തുടങ്ങി. പിന്നെ ബേക്കറിയുടെ ട്രെൻഡ് വന്നപ്പോ ഞാൻ ആ മേഖലയിൽ നിന്നുണ്ട് പിൻവലിച്ചു, വേറെ മേഖലയിലേക്ക് തീർന്നു. പിന്നെ അടുത്ത മേഖല തുടങ്ങിയത് കാർഷിക. ഈ കാർഷികത്തിൽ എത്തിപ്പെടാനുള്ള കാരണം എങ്ങനെയാണ്? അതും ഒരു പ്രത്യേക ടൈമിംഗ് പോയിന്റാ. കാരണം എനിക്ക് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, മൂത്രപ്പഴുപ്പ്. അപ്പൊ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിക്കുമ്പോ അപ്പൊ ഒരു ആശ്വാസം കിട്ടും. പിന്നെ ശരീരത്തിൽ കുറെ മരുന്ന് ഏൽക്കാതെ വന്നു.
പല മരുന്നുകളും ശരീരത്തിൽ റെസിസ്റ്റൻസ് ആയി കഴിക്കാൻ പാടില്ല ആന്റിബയോട്ടിക്കുകളൊക്കെ. അപ്പൊ ഈ ഇൻഫെക്ഷൻ കൂടി വന്നും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഒറ്റപ്പാലത്തുള്ള ഒരു നിർമ്മലാനന്ദഗിരി മഹാരാജ് ഒരു ആയുർവേദ വിജ്ഞാന കോശം ഒരു സ്വാമിജിയെ പോയി കാണുന്നത്. സ്വാമിജി നമുക്ക് കുറെ പച്ചമരുന്ന് എഴുതി തന്നൊരു കടലാസ്. ഈ കടലാസ് എടുത്തത് പുറത്തു വന്നപ്പോ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇതറിയും, പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്കും എന്താണ് ഈ പച്ചമരുന്ന് എന്നുള്ളത് അറിയാത്ത ഒരു സാഹചര്യം. അന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. കാരണം നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാട്, ആയുർവേദത്തിന്റെ ഈറ്റില്യം, ആയുർവേദത്തിന്റെ സംസ്കാരം പൈതൃകമുള്ള ഈ രാജ്യത്ത് ഈ ആയുർവേദത്തിന്റെ ഒരു സാധ്യതകൾ വളരെ അധികമാണ്. ഇന്ന് നമ്മളെ പുതിയ ജനറേഷൻ ഇത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ തലമുറയിലെ ആളുകൾക്ക് എന്താണ് ആടലോടകം, എന്താണ് കീർനെല്ലി, എന്താണ് കറ്റർവായ എന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു ആശയം വരികയും ഇത് ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥലം ഇതിന്റെ പിന്നിലും വലിയൊരു കഥ ഉണ്ട്. എന്റെ ലൈഫ് ഇങ്ങനെ ആയിട്ട് 95% പൂർണ്ണ വൈകല്യം സംഭവിച്ച ഈ ഒരു ലൈഫിൽ എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയ 18 ലക്ഷം ഉറുപ്പ് ഉണ്ടായിരുന്നു. ആ 18 ലക്ഷം ഉറുപ്പിക്കാണ് ഈ വസ്തു ഞാൻ വാങ്ങുന്നത്. ഈ വസ്തു വാങ്ങിയിട്ട് പല സ്ഥലത്തും ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ ഓരോ ഔഷധങ്ങളെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ശരിക്കും പറയാ നിങ്ങളെ ഈ യൂറിൻ ഇൻഫെക്ഷന് വേണ്ടി നിങ്ങൾക്ക് അന്വേഷണം നടന്നതാണ് ശരിക്കും ഔഷധങ്ങൾ ആദ്യം. അതെ, അത് കുറച്ചൊക്കെ സംഘടിപ്പിച്ചു. എനിക്ക് ആ മരുന്ന് കഴിച്ചിട്ട് എന്റെ യൂറിനറി ഇൻഫെക്ഷൻ മാറി. അപ്പൊ ഈ ഒരു ആയുർവേദത്തിന്റെ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കി, ജീവിതത്തിൽ മനസ്സിലാക്കി, ഇതിന്റെ സാധ്യതകളും മനസ്സിലാക്കി. ഇത് ഫ്യൂച്ചറിൽ വലിയൊരു സാധ്യത ഉള്ളൊരു ഒരു സംരംഭത്തിന്റെ പുറത്ത് ഒരു സംസ്കാരമാണ്. പിന്നെ എനിക്ക് കാർഷിക കൃഷിയോടൊക്കെ ഒരു താല്പര്യമുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങാണ്ടായ കാരണം. ഇതെന്താ വെച്ചാല് ഞാന് കോടൂര് ചെമ്മങ്കടയിലുള്ള ആളാണ്. ഞാൻ ഇവിടെ ഈ കുറുവ പഞ്ചായത്തിൽ വന്ന് ഈ സ്ഥലം വാങ്ങി ഞാൻ കാറിൽ വരുന്നുണ്ട്. ഇവിടെ ഈ പരിസരത്ത് നിൽക്കുന്നു. എന്റെ ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോ ഒന്ന് ചില ആളുകളൊക്കെ ഒരു കമന്റ് ഉണ്ട്, അത് മലപ്പുറത്ത് വലിയൊരു മുതലാളി വരും, കാറിന് പോലും ഇറങ്ങിയില്ല, അവിടെ പണിക്കാരൊക്കെ വെച്ച് കൃഷി ചെയ്യിപ്പിക്കുന്നു. ഇതൊരവസരത്തിന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരനോടാണ്. അവനെന്റെ എല്ലാ അനുഭവം അവരത് കേട്ട് ചിരിച്ചറിയില്ല, ഇയാൾ കാറിന് പക്ഷെ അന്നൊന്നും ഈ പരിസരത്തുള്ള ആളുകൾക്ക് ഞാനടക്കം ഇതിന്റെ എത്രത്തോളം മാറ്റമുണ്ടെന്നുള്ളത് അറിയില്ല. നമ്മൾ പല സ്ഥലത്തും പോയി അന്വേഷിച്ച് പിടിച്ച് ഇതിന്റെ ഒരു താല്പര്യത്തിന് മണ്ണുത്തി പോകും, അവിടുന്ന് കുറെ തൈകൾ കൊണ്ടുപോകും, വയനാട് പോകുമ്പോൾ അവിടുന്ന് കുറെ തൈകൾ കൊണ്ടുപോകും. ഒരവസരത്തിന് മലേഷ്യ പോയിരുന്നു, ഒരു ടൂർ പോയിരുന്നു. അവിടുന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് പച്ചമരുന്നാണ് കൊടുത്തത്. എല്ലാവരും മറ്റു സാധനങ്ങൾ കൊണ്ടുവരുമ്പോ ഞാൻ ഒരു കത്തും പെട്ടിയിൽ വേറെ അവിടുത്തെ പച്ചമരുന്നുകള് ആ പ്ലേറ്റിൽ വെച്ചിട്ട് പെട്ടിയിലാക്കി കൊടുക്കും. രണ്ടും തന്നെ ഈ ഒരു കമൗണ്ടിക്ക് വരുമ്പോ തന്നെ ഏത് ഉച്ചക്ക് ഏത് നട്ടുച്ചക്ക് വരികയാണെന്ന് വെച്ചാലും ഭയങ്കര ഒരു സുഖമാണല്ലോ ഇത് നമുക്ക്. ഔഷധങ്ങളെ അതാണ്. ഒരു 2 വർഷം മുമ്പ് കടുത്ത വേനലോട് അനുഭവപ്പെട്ടു. പുറത്തൊരു 39-40 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. നമ്മൾ ഈ തോട്ടത്തിനകത്ത് 27 ഡിഗ്രിയിലേറെ ചൂട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതെന്താ വെച്ചാല് ഇതിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ ഒരു കാവ് സംസ്കാരം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാവുകൾ ഉണ്ടായിരുന്നു. കാവ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അതിന് നമുക്ക് കുറെ അമൂല്യങ്ങളായ ഔഷധങ്ങൾ ഉണ്ടായിരുന്നു, ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു, തഴച്ചു വളരുന്ന ഔഷധ വൃക്ഷങ്ങള്, അതിന്റെ അടിക്കാടുകളായിട്ട് ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഈ ഒരു 1.25 ഏക്കർ സ്ഥലം ഒരു കാവ് സംസ്കാരമാണ്. അത് ഇതിനകത്ത് ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. 360 തരം ഔഷധ സസ്യങ്ങളും ഔഷധ വൃക്ഷങ്ങളും ഇന്ന് ഈ തോട്ടത്തിനകത്തുണ്ട്. 360. അതിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതും അതീവ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ട്. അതൊക്കെ പല ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യും. ഒരു സസ്യത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം ഈ ഹാൻഡ് കൺട്രോൾ കാർ ഓടിച്ച് ഞാൻ പോയിട്ടുണ്ട്. അത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതൊരു ഇഷ്ടപ്പെടുന്നുണ്ട് അതിനോടുള്ള ഒരു നമുക്ക് ഏതൊരു സംഭവത്തിനോടും നമുക്ക് താല്പര്യമാണ്. അതായത് താല്പര്യം ഉണ്ടായാലും നമുക്ക് സാധിക്കാത്ത സംഗതികളില്ല. അതിന്റെ നിങ്ങൾ തന്നെ ജീവിതത്തിൽ എനിക്കൊക്കെ കാണിച്ചെന്നാണ്. ഞാൻ പല സംഭവങ്ങളിലും മുസ്തഫാക്കാന്റെ ജീവിതം കോപ്പി എടുക്കാൻ നോക്കിയാണ്, പക്ഷെ നമ്മളോട് കഴിയൂല എന്നുള്ള സത്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് എന്താ ശംസു പറയാം, നമ്മളെ മലയാളികൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഒരു ചെയ്യുന്ന ഒരു പ്രവർത്തിനോട് ഒരു ആത്മവിശ്വാസമില്ല. ഇപ്പൊ നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു പ്രവർത്തിക്ക് ഇറങ്ങുമ്പോൾ അത് എനിക്ക് സക്സസ് ആക്കാൻ കഴിയുന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം, അതുണ്ടായി കഴിഞ്ഞാൽ വിജയിക്കും. ഞാൻ ഓരോ മേഖലയിലും പ്രവർത്തിക്കുമ്പോഴും എനിക്ക് എന്റേതായ ഒരു ആത്മവിശ്വാസം.
അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്കാണ് നമ്മളെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ മുസ്തഫ പിന്നെ ഇതേപോലെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടവരെ ഒക്കെ ഒത്തൊരുമിപ്പിച്ച് മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാവരും ഒത്തൊരുമിപ്പിച്ച് അവർക്ക് നിങ്ങൾ ഇനി വീടിന്റെ ഉള്ളിൽ ഇരിക്കാനുള്ളതല്ല, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നെ പോലെ നിങ്ങളും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട് എന്നുള്ളത് പറഞ്ഞ് എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണം. അങ്ങനെയല്ല മുസ്തഫാക്ക് ഇപ്പൊ അവർക്കൊക്കെ വണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്ത് പിന്നെ വണ്ടി അതിന്റെ പരിപാടി അതിനെ പറ്റി പറഞ്ഞു. അപ്പൊ എന്റെ ഒരു യാത്രാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 97 ഒരു മാരുതി കാറിൽ ഈ ഹാൻഡ് കൺട്രോൾ ഡിസൈൻ തുടങ്ങുന്നത്. മലപ്പുറത്തൊരു ഇൻഡെക്സ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിന്റെ സഹായത്തോടു കൂടി ഞാനൊരു ഡിസൈന് കൊടുക്കുകയും എന്റെ ഈ ആശയം അവർ ഷെയർ ചെയ്ത് കണ്ട് ആ രീതിയാണ് ഈ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്. 99 ജനുവരി 1-ാം തീയതിയാണ് ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണത്. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ന്യൂ ഇയറിന്റെ അന്നാണ് എന്റെ ഈ മാരുതി കാറിൽ ഈ സ്പെഷ്യൽ ഹാൻഡ് കൺട്രോൾ ഡിസൈൻ വിജയകരമായി പൂർത്തിയായി. ഞാൻ പൂക്കോട്ടൂർ വരെ ഈ വാഹനം ഓടിച്ചു. തിരിച്ചു വന്ന് മലപ്പുറം സ്കൂൾ പള്ളിക്ക് ഈ കാറിലിരുന്ന് തന്നെ ജുമാ നമസ്കരിച്ചു. എന്റെ വീട്ടിൽ വന്നു. എന്റെ ഈ ഒരു സംഭവം ആദ്യമായിട്ട് നിങ്ങൾ ഓരോ മെത്തേഡുകൾ ഉപയോഗിച്ച് അത് വിജയിക്കൂല, പരാജയപ്പെടും, പിന്നീട് അത് മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്തി നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി അത് സ്വന്തം ഓടിച്ച് പൂക്കോട്ടൂർ വരെ പോയി അന്ന് വെള്ളിയാഴ്ച വരുമ്പോ അവിടുന്ന് പള്ളി നിസ്കരിച്ചു എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് മുസ്തഫാക്ക് പറയാന്. അതായത് പറയുമ്പോ അത് നമുക്ക് അത്രത്തോളം ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് വാക്കുകൾക്ക് അധീനമാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡ് കൺട്രോൾ കാറാണ്. ഈ ഒരു ചിത്രം നമ്മളെ മുന്നിലില്ല. ഇങ്ങനെ ഒരു കാറിന്റെ ഡിസൈന് നമ്മൾ ആശയം കൊണ്ടുവരുന്നത് എന്റെ ഒരു ആവശ്യത്തിക്ക് വേണ്ടിയാണ് ഒരു ആശയത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് വിജയകരമായി പൂർത്തിയായി നമ്മൾ എന്തൊരു വലിയ സംരംഭം കീഴടക്കിയാണ്. സംശയമില്ലല്ലോ. നിങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് വീടിന്റെ ഉള്ളിൽ തളച്ചു കണ്ട ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഈ കാറ് ഡിസൈൻ ചെയ്ത് വിജയകരമായി ഇത് ഓടിക്കല് തുടങ്ങിയാരെ മാതൃഭൂമി പത്രത്തില് ഫ്രണ്ട് പേജില് ഒരു റിപ്പോർട്ട് വന്നു. അതാണ് എന്റെ പുറം ലോകം അറിയപ്പെടുന്നത്. മരണക്കിടക്കയിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക്. സത്യത്തിലെ റിപ്പോർട്ട് യാഥാർത്ഥ്യം. മരണക്കിടക്കയിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് 95% പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ല. അതൊരു മരണത്തിന് തുല്യമാണ്. ആ മരണക്കിടക്കയിൽ നിന്നാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നത്. ഒരു ഫിനിഷ് മെഷീൻ പോലെയാണ്. അതെന്ന് പറഞ്ഞാല് അത് എന്റെ ഒരു ജീവിതം മാത്രമല്ല. അതായത് ഇന്ന് 1450ഓളം കാറുകൾ എന്റേതായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് അവര് റോട്ടിൽ കൂടെ ഓടുന്നുണ്ട് എന്നുള്ളതാണ്. അതെ. അത് എത്രത്തോളം എന്ന് വെച്ചാല് പഴയ കാലത്തൊക്കെ എന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കൈകൾക്ക് പവർ വേണ്ടിയാണ് അന്നത്തെ ഡിസൈൻ. ഇന്ന് എത്തി നിൽക്കുന്നത് ന്യൂനത ടെക്നോളജിയാണ്. ഫിംഗർ ടച്ച്. കയ്യിൽ പവർ ഇല്ലെങ്കിൽ പോലും ഒരു വിരൽ കൊണ്ട് ഇതിന്റെ ആക്സിലേറ്ററിനും ബ്രേക്കിനും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂനത ടെക്നോളജികൾ വരെ നമുക്ക് ഈ ഡിസൈനിൽ ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതിനുപരി ഇന്ന് ARI ഓട്ടോമൊബൈൽ ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ് ചെയ്യാനുള്ള 48 കാറുകൾ 8 കമ്പനിയുടെ ചെയ്യാനുള്ള അനുമതി പത്രം നമ്മൾക്ക് കിട്ടി. ARI അപ്രൂവ്ഡ് വർക്ക്ഷോപ്പും കൂടിയായി നമ്മളുടെ. അതായത് നമ്മളിപ്പോ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാല് ആ ഡിസൈൻ നമുക്ക് ഇന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാല് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കും നമുക്ക് ഈ ഡിസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അനുമതി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടി. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇത് ലൈസൻസിനുള്ള അപ്പോഴും അതാണ്. അതോടൊപ്പം ഈ പഴയ കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം മതിയുന്നു. പിന്നെയാണ് ഗവൺമെന്റ് കുറെ റൂൾസ് കൊടുത്തിട്ടാണ് സംസ്ഥാനത്തിന് അപ്രൂവൽ പോരാ. ARI ആണ് ഓട്ടോമൊബൈൽ ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെസ്റ്റ്. അതും വലിയൊരു രസമാണ്. 2 പ്രാവശ്യം ഞാൻ ഈ ടെസ്റ്റ് എഴുതിയതാ. 2 പ്രാവശ്യം എഴുതി. 2013 എഴുതി പരാജയപ്പെട്ടു. 2014 ഒരു പ്രാവശ്യം വീണ്ടും ടെസ്റ്റ് എഴുതി, അതും പരാജയപ്പെട്ടു. കാരണം എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ് ആണ്. 9ാം ക്ലാസ്സുകാരുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു റിസർച്ചിക്ക് ഒരു ടെസ്റ്റ് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും പരാജയം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഈ കാർ ഡിസൈനിങ്ങിന്റെ മാതിരി പല ഡിസൈൻ പരാജയപ്പെട്ട മാതിരി നമ്മൾ പിന്നെ അറിയില്ല. മൂന്നാമത് 2015 മൂന്നാമത്തെ ടെസ്റ്റ് ചെയ്തത്. ആ ടെസ്റ്റ് വിജയകരമായതല്ല, ഇന്ത്യയിൽ ഇപ്പം കിട്ടുന്ന ഏറ്റവും നല്ല ഡിസൈനിന്റെ ഒരു ഡിസൈനും കൂടിയാണ് നല്ലൊരു അനുമതിയാണ് നമുക്ക് തന്നത്. ഞാൻ പല TV ഷോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പല ഹാൻഡിക്യാപ്ഡായ ആളുകള് മുസ്തഫാക്കയാണ് ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മുസ്തഫാക്കാനോട് നന്ദി
പറഞ്ഞാൽ തീരൂല എന്നുള്ളത് പറയുമ്പോ എന്റെ രോമടക്കം അത് കേൾക്കുമ്പോ ശരിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എക്സൈറ്റഡ് ആവും. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടുകാരനായ മുസ്തഫാഖാനെ കുറിച്ചാണല്ലോ ഇവർ ഈ പറയുന്നത്. കാരണം അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞാല് അത് പോരെ മുസ്തഫാഖാക്കുള്ള പ്രാർത്ഥന എന്നുള്ളത് ഞാൻ പല സന്ദർഭത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. മുസ്തഫാഖ കാറ് ഡിസൈൻ ചെയ്ത് അവര് ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓരോ ബിസിനസ്സുകളൊക്കെ കൊണ്ടിറക്കേണ്ട കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അതെന്താ സംശയം അറിയാം, എത്ര വലിയൊരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും കാര്യമില്ല. അവന്റെ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയാലും പുറത്തേക്കുള്ള ഒരു യാത്രാ സ്വാതന്ത്ര്യം ഇല്ലാതെ റൂമിനകത്ത് ജീവിതം ഒതുങ്ങി കഴിഞ്ഞാല് ഈ ആൾക്ക് അതിന്റെ ഒരു പ്രൊമോട്ടിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ അവർക്ക് അവരെ മുന്നിൽ നമ്മൾ തുറന്നു വെക്കുന്ന എന്താ, ഒരു സ്പെഷ്യൽ കാറ് ഒരു കാറ് കൊണ്ടുവരുന്നു. ആ കാറിൽ അവർക്ക് ഓടിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ വരുന്ന ആളുകളൊക്കെ എന്താ വെച്ചാല് എന്റെ മാതിരിയുള്ള ഒരു കോംപ്ലിക്കേഷൻ പ്രോബ്ലം ഉള്ള ആളുകളാവില്ല, ചെറിയ പ്രോബ്ലം ഉള്ള ആളുകളാണ്. അവര് നമ്മളെ വന്ന് കാണുമ്പോ അവരിതിലേറെ എത്രയോ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മൾക്ക് ഈ അതിലേറെ നല്ലൊരു ഡിസൈൻ ചെയ്ത് നല്ലൊരു മോട്ടിവേഷൻ തരികയാണ്. അത് അവർക്ക് ജീവിതത്തിൽ വലിയൊരു വൈദ്യുതി. അവരത് വെച്ചുകൊണ്ട് പല ബിസിനസ് മേഖലയിലും പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് തന്നെ ഇവിടുന്ന് കാർ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ഇവിടെ നിർത്തി ഡ്രൈവിംഗ് എല്ലാം പഠിപ്പിച്ച് പോയ ആളുകള് പല സ്ഥലത്തും ഒരവസരത്തിൽ എന്റെ ഒരു സുഹൃത്ത് ഹൈദരാബാദിൽ പോയിട്ട് മുസ്താഖ ഞാൻ ഇപ്പൊ നിങ്ങളെ ഡിസൈൻ ചെയ്ത കാർ വെച്ചിട്ട് ഹൈദരാബാദിലുണ്ട്, ഞാൻ ഇവിടെ വന്നു, അപ്പൊ നീ എങ്ങനെ പോയി, ഞാൻ കാറ് വെച്ച് ഹൈദരാബാദിക്ക് വന്നത്. അതൊക്കെ പറയുമ്പോ അവരെ മനസ്സിലൊരു സന്തോഷം, ഒരു ആനന്ദ കണ്ണീരാണ്. നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷം എന്താ, നമ്മൾ അതിനൊരു കാരണക്കാരനായിരുന്നു എന്നുള്ള ഒരിതാണ്. എന്റെ കുടുംബം, ഞാന്, ഭാര്യ, മകന്, വാപ്പ, ഉമ്മയാണ്. അത് വാപ്പ ഇന്നിപ്പോ മരിച്ചുപോയി, ഭാര്യ മകനുണ്ട്. എന്റെ ജീവിതത്തിന് പിന്നിൽ ഏതൊരു വ്യക്തിന്റെ ജീവിതത്തിന്റെ പിന്നിലും ഒരു കരങ്ങളുണ്ട് എന്ന് പറയാം. എന്റെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു കരം ഉണ്ടായിരുന്നു, അത് എന്റെ ഭാര്യ സഫിയാണ്. സംശയമില്ല. കാരണം എന്താ വെച്ചാൽ സഫിയാത്താന്റെ കരങ്ങള് ഇല്ലാച്ചെങ്കിൽ മുസ്തഫാക്ക ഈ ഇരിപ്പിരിക്കൂല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ കുറിച്ച് പറയുകയാണെച്ചെങ്കിൽ എനിക്ക് കുറെ പറയാനുണ്ട്. കാരണം ഞാന് ഇവരെ ഈ ജീവിതം കണ്ടിട്ട് ഞാനൊരു സിനിമ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ, കാണാത്തവരുണ്ടാവും, കണ്ടവരുണ്ടാവും. അതിൽ മുസ്തഫാഖാന്റെ ജീവിതങ്ങൾ, ഞാൻ കണ്ട ജീവിതങ്ങൾ കുറെ ഞാൻ അതിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. മുസ്തഫാഖ അതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതിനെ പറ്റി എന്താ മുസ്തഫാഖ പറയാനുള്ളത്? ശരിക്ക് അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ്, ശംസ് കൂടുന്ന ക്ലൈമാക്സ് അതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. കുറെ ഭാഗങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ, ടച്ച് ചെയ്ത ഭാഗങ്ങളുണ്ട്. അതന്നെയാണ് അത് ആ ഒരു ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര എന്ന് പറഞ്ഞ ആ ഒരു ടെലിഫിലിം നമ്മൾ കാണുമ്പോ കണ്ണ് നിറയാത്തതായിട്ടുള്ള ഒരാളുണ്ട്. ഓരോ ആളുകള് നമ്മളെ കേരളത്തിന്റെ നാനാ ദിശകളിൽ നിന്നും ഇത് കണ്ടിട്ട് കണ്ണീരോടുകൂടി നമുക്ക് വിളിക്കുമ്പോ നമ്മൾ ചെയ്ത സാധനം ഇത്ര അധികം ഇവർക്ക് ഇറങ്ങി ചെന്ന് പോകാൻ മനസ്സിക്ക് എന്നുള്ളത് നമുക്ക് കാണുമ്പോ അതന്നെയല്ല നമുക്ക് ഏറ്റവും വലിയ വിജയം. ഇത് തന്നെയല്ലേ നിസാറിന്റെ വീട്? അതെ. ആരാ? ഞാൻ മുസ്തഫ, തോരപ്പ മുസ്തഫ. ഞാനും നിസാറിനെ പോലെ ഒരു അപകടത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ വിളിക്കാം. നമ്മുടെയൊക്കെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ നിസാറേ, മനസ്സ് തളർന്നിട്ടില്ല, തളരാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നാം ഒരുപാട് ഉയർന്നാൽ കൂടെ നിൽക്കാൻ കുറെ പേരുണ്ടാവും. നമ്മൾ തളർന്നാൽ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നിന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന തോന്നൽ നീ ആദ്യം ഒഴിവാക്കണം. ഞാൻ ഈ തളർന്ന ശരീരം വെച്ച് എന്ത് ചെയ്യാനാ? നിനക്കൊരുപാട് ചെയ്യാനുണ്ട്. ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിനക്ക് കഴിയും. പിന്നെ നിന്റെ കൂടെ എന്തിനും തയ്യാറായി നിനക്കൊരു താങ്ങായി ഇവർ കൂടെ ഉണ്ടാവുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്ക് കൂടുതലൊന്നും വേണ്ട, അന്നത്തെ ചെലവിനുള്ള വക കിട്ടിയാൽ മതി. എല്ലാം ചെയ്യാനുള്ളൊരു മനസ്സ്, അതുമാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ രണ്ടുപേരും പരിശ്രമിച്ചാൽ വിജയം തീർച്ച. അതിന്റെ ഒരു യഥാർത്ഥ സത്യമാണത്. കാരണം എന്താ വെച്ചാല് 28 വർഷമായി ഈ അപകടം സംഭവിച്ചു. 27 കഴിഞ്ഞ് 28ാമത്തെ വർഷമാണ്.
ഇന്നേ വരെ എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ ജീവിതം നിങ്ങൾ കാരണം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും എന്റെ ഭാര്യ സത്യ എന്റെ കണ്ണ് അറിയിച്ചിട്ടില്ല എന്റെ മുമ്പിൽ. അതാണ് അവര് പ്രസന്നതായിട്ട് എത്രത്തോളം എന്ന് വെച്ചാല് ആക്സിഡന്റ് പറ്റിയ സമയത്തൊക്കെ ഒരു ദിവസം 4-5 ബെഡ്ഷീറ്റ് മാറിയിട്ടുണ്ട്. കാരണം യൂറിൻ കൺട്രോൾ ഇല്ല, സ്റ്റൂൾ കൺട്രോൾ ഇല്ല. അതുമല്ല സഫിയാത്താന്റെ ഏറ്റവും നല്ല ടൈമുമാണ് അത്. അതെ ഈ ആക്സിഡന്റ് കാരണം ഇതേമാതിരി അപകടം സംഭവിച്ച പല ഭാര്യമാരും അവരെ ഇട്ടേച്ചു പോയ ഒരു അവസരം ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു അവസരത്തിലാണ് നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളെ മുന്നിൽ പ്രസന്നവതിയായിട്ട് നമ്മളെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും അവര് ചിരിച്ച മുഖത്തോടുകൂടി നമ്മളെ സമീപിച്ചത് കാരണം ഇന്നും ഈ പരിപാടിക്ക് വരുമ്പോഴും നമ്മളെ വീൽ ചെയറിന് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മൾ ഡ്രസ്സ് മാറാൻ എല്ലാ ഹെൽപ്പും ചെയ്തിട്ട് ഇവർക്ക് പറഞ്ഞയക്കണം. അപ്പൊ അതന്നെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അങ്ങനെ ഒരു ജീവിതസഖ്യം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മുസ്തഫ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു റൂമിനകത്ത് ഡെഡായി ഒരു ബെഡിനകത്ത് മാത്രം മുസ്തഫാന്റെ ജീവിതം അത് കഴിഞ്ഞിട്ടുണ്ടോ? അതെ. കാരണം എന്താ വെച്ചാൽ സഫിയാത്ത എന്നുള്ള ഒരു ആളാണ് മുസ്തഫാഖാനെ നയിക്കേണ്ടത്. മുസ്തഫാഖാന്റെ ധൈര്യം, മുസ്തഫാഖാന്റെ വിജയം എന്നുള്ളത് എല്ലാവർക്കും ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് 100% അവരെ നമ്മള് സ്മരിക്കാതെ പോയി കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിക്കാരം. ശരിക്ക് ഞാൻ സഫിയാത്താക്ക് ചെയ്തൊരു വർക്കാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര എന്നുള്ളത്. അത് എനിക്ക് സഫിയാത്താനോടുള്ള ആ ഒരു ഇതാണ് എന്റെ ആ സിനിമയിൽ കണ്ടത്. നിങ്ങൾക്ക് കുറിച്ച് അതായത് അതിന്റെ ഓരോ ഇതുകളും ഒരു ടെലിഫിലിം എന്നുള്ളതിലേക്ക് ചില ഭാഗങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അതിലൊരു 60-70% നമ്മളെ എന്റെ ജീവിതം ടച്ച് ചെയ്ത ഒരു അനുഭവമാണ്. കാരണം ഇനി ഇവരെ കൊണ്ടൊരു പ്രയോജനമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ അപകടം പറ്റിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കൾ പോലും വന്നു നോക്കാത്തവരുണ്ട്. പക്ഷെ അധിക സുഹൃത്തുക്കളും നമ്മളെ താങ്ങി തണലായിട്ട് നമ്മളെ കൂടെ നിന്നവരുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാത്ത കുറെ ആളുകളിൽ നിന്നും നമുക്ക് നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മുടെ നാടിന്റെ ഗുണം തന്നെ അതാണ്. കാരണം ഇങ്ങനൊരു അപകടം പറ്റിയ ഒരാൾ തളർന്നു കിടക്കുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമാണ്, കുറച്ച് ആളുകളൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യില്ല, കാരണം ഇവരെ കൊണ്ട് ഇനി പ്രത്യേകിച്ച്. പക്ഷെ ആ ഒരു നല്ലൊരു നാട്ടില് നല്ലൊരു സുഹൃത്തുക്കളിന്റെ അടിയില് അതൊന്നും ഇവര് ജീവിതത്തിന്റെ സ്നേഹിച്ച എന്റെ ഒരു ഭാര്യന്റെ ഒരു സ്നേഹത്തിന്റെ മുന്നിലൊക്കെയാണ് എനിക്ക് വളരാൻ കഴിഞ്ഞത്. തന്റെ അസാമാന്യമായ ഇച്ഛാശക്തി കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ജനസേവനത്തിന്റെ പുത്തൻ മാതൃകകൾ നമുക്ക് പരിചയപ്പെടുത്തിയ തികച്ചും വ്യത്യസ്തനായൊരു വ്യക്തിയെ മലബാർ വിഷൻ ചാനൽ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ്. വളരെയധികം തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിനെത്തിയ ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, നല്ലവരായ ഞങ്ങളുടെ പ്രേക്ഷകർ, നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മലബാർ വിഷൻ ചാനൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് ദാന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രഗത്ഭനായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെയധികം തിരക്കുണ്ടായിട്ട് പോലും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേകം താല്പര്യപ്പെട്ടത് ഈ അവാർഡിന് അർഹനായ മുഹമ്മദ് നിസാറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ വഴിത്താരയിൽ അദ്ദേഹം അനുഭവിച്ച യാതനകളും വേദനകളും ഇപ്പോഴും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക വിഷമങ്ങളെക്കുറിച്ചും എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടും മാത്രമാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപാട് പേർക്ക് ഞാൻ അവാർഡുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരം ഹൃദയസ്പർശിയായ ഒരു അവാർഡ് നൽകുന്നത് ആദ്യമായാണ്. കാരണം പാതി തളർന്ന ശരീരവുമായി മുഹമ്മദ് നിസാർ സാമൂഹ്യ സേവനത്തിൻ്റെ ഉദാത്ത മാതൃക കാണിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരായ നമുക്ക് നിസാറിൻ്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വ്യാകുലപ്പെടുകയാണ്. ഇനിയും ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിസാറിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ പ്രഗത്ഭനായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം മലബാർ വിഷൻ ചാനൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ
മുഹമ്മദ് നിസാറിനെയും വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി അവാർഡ് ജേതാവിന് അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ സദസ്സുമായി പങ്കുവയ്ക്കാനുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത മലബാർ വിഷൻ ചാനലിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. ഈ നിലയിൽ എനിക്ക് എത്തിച്ചേരാൻ പ്രചോദനമായ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് മുസ്തഫാക്ക. കുടുംബം തന്നെ എന്നെ കൈവിട്ടപ്പോൾ എനിക്കൊരു രക്ഷകനായി വന്ന് എനിക്ക് മാർഗം തെളിച്ചു തന്ന എൻ്റെ പ്രിയ മുസ്തഫാക്കാനോടുള്ള കടപ്പാട് വാക്കുകളിൽ പറഞ്ഞാൽ തീരുന്നതല്ല. അതുപോലെ എന്നെ സാമ്പത്തികമായി സഹായിച്ച എൻ്റെ സമീർക്ക. ഇന്നുവരെയുള്ള എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും സാമ്പത്തികമായും അതിലുപരി മാനസികമായും എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന എൻ്റെ സമീർക്ക. എനിക്ക് മുമ്പിൽ പ്രസംഗിച്ചവരെല്ലാം എന്നെക്കുറിച്ച് ഒരുപാട് പ്രശംസിച്ച് സംസാരിച്ചു. പക്ഷേ നിങ്ങളെല്ലാം വിട്ടുപോയൊരു കാര്യമുണ്ട്. നാം താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ ഷാജഹാനെയാണ് ഓർക്കാറ്. അത് പടുത്തുയർത്താൻ പണിപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളെക്കുറിച്ച് ആരും ഓർക്കാറില്ല. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പങ്കെടുത്ത നേതാക്കളെക്കുറിച്ച് മാത്രമാണ് നാം ഓർക്കാറ്. അതിൽ പങ്കെടുത്ത് ജീവത്യാഗം ചെയ്ത അനേകായിരങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഉയർച്ചയിലും താഴ്ചയിലും കണ്ണീരും വിയർപ്പും ഒഴുകിയ ഒരാളുണ്ട്. മറ്റാരുമല്ല, നിങ്ങളുടെയൊക്കെ പ്രസംഗത്തിലും പ്രശംസയിലും വിട്ടുപോയ എൻ്റെ ഭാര്യ സജന. എൻ്റെ സജന. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട സുഖങ്ങളൊന്നും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉയർച്ചയിലും അതിലുപരി എൻ്റെ തളർച്ചയിലും ഒരു നിഴലായി, എന്നിലൊരു സാന്ത്വനമായി സജന ഉണ്ടായിരുന്നു. സ്വന്തമായി മലമൂത്ര വിസർജനം നടത്താൻ പോലും കഴിയാത്ത എൻ്റെ ഈ അവസ്ഥയിൽ ഒരുപക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എൻ്റെ ഈ അവസ്ഥയിൽ കുടുംബക്കാരും കൂട്ടുകാരും കൈവിട്ടപ്പോൾ ഇരുൾമൂടിയ ജീവിതത്തിൽ സജനയുടെ സാന്നിധ്യം മാത്രമായിരുന്നു എൻ്റെ ഊർജം. അതുകൊണ്ട് ഈ അവാർഡിന് എന്തുകൊണ്ടും അർഹത എൻ്റെ ഭാര്യ സജനയ്ക്ക് മാത്രമാണ്. ഈ അവാർഡ് അവൾക്ക് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ മുഹമ്മദ് നിസാർ പറഞ്ഞതുപോലെ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ ഏറ്റവും കൂടുതൽ അർഹത അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സജനക്ക് തന്നെയാണെന്ന് ഞങ്ങൾ മലബാർ വിഷൻ ചാനലും പ്രേക്ഷകരും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മുഹമ്മദ് നിസാറിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ശ്രീമതി സജന എന്ന മഹിളാരത്നത്തെ വേദിയിലേക്ക് സസ്നേഹം ക്ഷണിക്കുന്നു. സന്തോഷമാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴാണ് ശരിക്കും സന്തോഷമായത്. ഏതൊരു ആ ടെലിഫിലിം ഇറങ്ങിയിട്ട്
മുസ്തഫാക്കാക്ക് ജനങ്ങളെ അഭിപ്രായങ്ങൾ അതിന് ശേഷം എങ്ങനെയായിരുന്നു അത് കണ്ടത്? ഒരു ഡയറക്ടർ എന്നുള്ള ഇതില് ഷംസൂനെ വിളിച്ച മാതിരി എന്റെ സ്റ്റോറി അത് കണ്ടിട്ട് നിങ്ങളെ സ്റ്റോറി ആണുള്ളത് കുറെ എന്ന് പറഞ്ഞിട്ട് എന്നെ ധാരാളം ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ടെലിഫിലിമ് നിങ്ങളെ ആ ഒരു ജീവിതത്തിന്റെ ടെലിഫിലിമ് കാണുമ്പോ കണ്ണു നിറഞ്ഞു പോയി. അത് ഒരു റിയൽ ലൈഫാണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഇവിടെ തന്നെയാണ് മുസ്തഫാക്കാന്റെ ഇതിൽ വെച്ച് തന്നെ നമ്മളെ ഈ ഔട്ട് ഹൗസിൽ ഷൂട്ടിങ് അതിന്റെ എല്ലാ കാര്യങ്ങളും എന്തായാലും വല്ലാത്തൊരു അനുഭവം. എനിക്ക് അന്ന് അതിന് അവാർഡും കിട്ടി, ആ വർഷത്തെ അവാർഡും കിട്ടി. എനിക്ക് മറക്കാനാവാത്ത, ഇന്നും എനിക്ക് അതുപോലൊരു സാധനം ഇന്നും വേറെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അടുത്തൊരു സാധനം ചെയ്യുന്നുണ്ട് അതിന്റെ മേലോട്ടാണ് എന്നുള്ളതിൽ, കാരണം അത്ര വരെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്, കാരണം അത്രയും നന്നായി എന്നുള്ളത് എല്ലാവരും പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. 90% ഷൂട്ടിങ്ങും ഈ മുസ്തഫാഖാന്റെ ഔട്ട് ഹൗസിൽ വെച്ച് തന്നെയായിരുന്നു. ഈ ഔട്ട് ഹൗസ് ഡിസൈൻ ചെയ്യാൻ ഉള്ളൊരു ഇത് ഈ ദൂര സ്ഥലങ്ങളിലൊക്കെ കാർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടക, മഹാരാഷ്ട്ര, അതേമാതിരി ഒറീസയിൽ വരെ ആളുകൾ ഇവിടെ വരലുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ വീൽ ചെയർ ആളുകളായതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊന്നും റൂം അത്ര സേഫ് അല്ല. അപ്പൊ അവർക്കും കൂടി താമസിക്കാൻ പറ്റുന്ന ഈ ഒരു ഔട്ട് ഹൗസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫ്രണ്ട്ലി വീൽ ചെയർ. ബാത്റൂം 3 ബാത്റൂം ഉണ്ട്. ഇപ്പൊ കിടന്ന് കൗത്തിരി താഴെ പൊട്ടിയ ആളുകൾക്ക് വരെ കിടക്കാൻ കുളിക്കാൻ പറ്റിയ ബാത്റൂം, പിന്നെ വീൽ ചെയർ ബാത്റൂം, പിന്നെ സ്വന്തമായിട്ട് വീൽ ചെയർ പോയിട്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യാം. അങ്ങനെ ഫുള്ള് ഈ തോട്ടത്തിന്റെ ഫുള്ള് ഫ്രണ്ട്ലി വീൽ ചെയർ ആണ്. അപ്പൊ അവർക്ക് ഉള്ളൊരു സൗകര്യത്തിന് മാത്രമല്ല അതിനകത്ത് കുറെ ആയുർവേദ പുസ്തകങ്ങളുണ്ട്. ഇത് വായിക്കാനും ആയുർവേദ തോട്ടത്തിനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ ആളുകൾ വരലുണ്ട്. പിന്നെ ഇത് VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളെ പഠനത്തിന്റെ ഒരു ഉദ്യാനം കൂടിയാണ്. ചാപ്പനങ്ങാടി VHSC കുട്ടികളൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത്. അതിന് കാരണം നമ്മളിത് ഗവൺമെന്റ് അപ്രൂവ്ഡ് നഴ്സറിയാണ്. അപ്പൊ ഇവിടെ കുട്ടികളെ കൂടുന്നിട്ട് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ബെഡിങ്, ഗ്രാഫ്റ്റിങ്, ഔഷധ സസ്യങ്ങൾ എങ്ങനെ വെച്ച് പിടിപ്പിക്കും. അത് കൂടാതെ നമുക്ക് 12 ഏക്കർ കൃഷിയുണ്ട് പാട്ടത്തിനെടുത്തിട്ട്. വേറെ ചോദിക്കാൻ നിന്ന് ഈ ഔഷധ വസ്തു ഇല്ലാതെ മുസ്തഫാക്ക മറ്റുള്ള കൃഷികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പലതരം കപ്പകൾ, പൂള, മൂത്തച്ചി, ഐത്തല ഇളച്ചി, അതിൽ N4, ദീവാന്, ഇങ്ങനെയുള്ള വെറൈറ്റി കപ്പകളുണ്ട്. നമ്മൾക്ക് ഇതിന് വലിയ സന്തോഷം എന്താ വെച്ചാല് ഇന്നിപ്പോ നമുക്ക് ഒരു ഐറ്റം കപ്പ വെച്ചാൽ ഒരു ഐറ്റം പൂള ഇവിടുന്ന് നല്ല മത്തിയൊക്കെ വാങ്ങിയിട്ട് കറി വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. നാളെ വേറൊരു ഐറ്റം കഴിക്കും. അതേമാതിരി തന്നെ പഴം, പല ടൈപ്പ് പഴങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് വെള്ളം കയറിയിട്ട് കുറച്ച് കൃഷിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും കുറെ ഈ ഞാണിപ്പൂവന്, ഉന്നം വായക്ക, ചെങ്കതളി, ഇങ്ങനത്തെ കുറച്ച് വായകള്, അതേമാതിരി നേന്ത്രവായ കൃഷി ചെയ്യുന്നുണ്ട്, ചേന കൃഷിയുണ്ട്. അപ്പൊ അത്യാവശ്യം വീട്ടിൽ നമുക്ക് വേണ്ട കൃഷികളൊക്കെ അതും ചെയ്യുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളെ നാട്ടില് കോങ്കയം കൂട്ടായ്മ പറഞ്ഞിട്ടൊരു കൃഷി രീതി എന്തുണ്ട്? ഞങ്ങളെ നാട്ടുകാരെല്ലാരും കൂടി ഒന്നിച്ചുകൂടി 300 ചില്ലാനം മെമ്പർമാര് കൂടിയിട്ട് അതിന്റെയൊക്കെ തലപ്പത്ത് മുസ്തഫാക്കയാണ്. നമ്മൾക്ക് കഴിയുന്ന ഒരു നിർദ്ദേശം അറിയപ്പെടുന്ന രാവിലെ കൂടി വേറെ കൂട്ടായ്മയിൽ പോയിട്ട് അവിടെ ഇപ്പൊ പച്ചക്കറി കൃഷിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഞങ്ങളെ ഒരു ഓർഡിനറി സെലിബ്രേറ്റ് മെമ്പറാണ് ഗോപിനാഥ് മുരുകാട്. 261ാമത്തെ ഞങ്ങളെ ആദ്യത്തെ വിളവെടുപ്പ് ഗോപിനാഥ് സാറാണ് നിർവഹിച്ചത്. അദ്ദേഹത്തിന് തന്നെ വലിയൊരു അദ്ദേഹം പറഞ്ഞ ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു കോൺഗ്രസ് കൂട്ടായ്മ ഇത്ര രീതിയിലൊരു സംരംഭം കൊടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളൊരു മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് മുരുകാട് സാർ ആ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു അഭിമാനമാണ്. ഞങ്ങളൊരു ഓർഡിനറി മെമ്പറിലുള്ള ഇതിന് അത്ര മഹാനായ ഒരു മനുഷ്യന്. ഓക്കെ, ഏതായാലും മുസ്തഫാഖാന്റെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. കുറെ കാര്യങ്ങൾ ഇനി പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര ഉണ്ട്. നമ്മളെ സമയപരിധി മൂലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മുസ്തഫാഖാന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ അതിലെന്തെങ്കിലും ജീവിതത്തിൽ പകർത്താനുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തണം. നമ്മൾ എന്ത് സംഭവങ്ങളും മുസ്തഫാഖ പറഞ്ഞു എന്താന്ന് വെച്ചാല് നമ്മൾ പരിശ്രമിച്ചാൽ നേടാത്ത സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മുസ്തഫാഖാന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ആരും നോക്കൂല, നമ്മളെ ആരും നോക്കാനില്ല, നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റില് നമ്മൾ നിൽക്കാതെ നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്നാല് നമുക്ക് എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെ മുസ്തഫാഖ പഠിപ്പിച്ചു വരുന്നത്. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.